ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 30 റിവ്യൂ. വൈൽഡ് കാർഡുകൾ ഇറക്കിവിട്ട പ്രശ്നങ്ങളായിരുന്നു ഇന്ന് കൂടുതലും. ശൈത്യ കട്ടപ്പയായി മാറിയ ദിവസം, ഷാനവാസും അക്ബറും തമ്മിലുള്ള വഴക്ക്, അതിനുശേഷമുള്ള കണ്ണീരുകൾ. രാവിലെ തന്നെ അനീഷ് പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം വൈൽഡ് കാർഡുകൾ, നട്ടിട്ടില്ലാത്ത വൈൽഡ് കാർഡുകൾ. അവർക്ക് ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പുറത്തുനിന്നുള്ള കണ്ടന്റാണ് അവർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ നട്ടിലില്ലാത്ത ആളാണ്, നിങ്ങളുടെ പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ നിങ്ങളെ തള്ളിപ്പറയുമെന്ന് മസ്താനി. എന്റെ ഡൈവേഴ്സിനെ പറ്റി പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, അതൊക്കെ സുതാര്യമാണ്. അനീഷ് ഇത് കേട്ട് ജിഷിൻ, വെറുതെയല്ല നിങ്ങളുടെ പെണ്ണ് നിങ്ങളെ ഉപേക്ഷിച്ചു പോയത്. അപ്പോൾ ലക്ഷ്മി ഏറ്റുപിടിച്ചു, നിങ്ങളും ഡൈവേഴ്സ് അല്ലേ, അപ്പൊ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. രണ്ടുപേരുടെയും കാര്യം നമുക്കറിയാൻ പാടില്ല. ജിഷിൻ തിരിച്ചു ചോദിച്ചു, ഒരവസരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ നീ എന്റെ കുടുംബകാര്യങ്ങൾ നേരത്തെ ചോദിച്ചതെന്ന്. ഭക്ഷണം ലേറ്റായി എന്ന് പറഞ്ഞ് ഷാനവാസും ലക്ഷ്മി തമ്മിൽ വഴക്ക്. കഴിഞ്ഞ ദിവസം ഭക്ഷണം ആകാത്തത് എന്താണെന്ന് ചോദിച്ച് ലക്ഷ്മി ക്യാപ്റ്റനായ ഷാനവാസിന്റെ അടുത്ത് ചൊറഞ്ഞു. ഇന്ന് ലക്ഷ്മിയാണ് ക്യാപ്റ്റൻ, പകരത്തിന് പകരം. അനീഷ് പറയുന്നുണ്ടായിരുന്നു, രാവിലത്തേക്ക് താമസിച്ചു, ലഞ്ച് എങ്കിലും നേരത്തെ തരണമെന്ന്. അടുത്തത് ബിഗ് ബോസ് ചേരുംപിടി ചേർക്കുക എന്നൊരു ടാസ്ക്കാണ് അവർക്ക് കൊടുത്തത്. 5 വൈൽഡ് കാർഡുകൾ ചേർന്ന് ഓരോ കുറിപ്പുകൾ എടുക്കും. ആ കുറിപ്പിൽ പറഞ്ഞതനുസരിച്ച് ഹൗസിലുള്ള 16 പേർക്ക് റാങ്കിങ് കൊടുക്കും. അത് കണ്ട് ഹൗസിലുള്ളവർ ആ കുറിപ്പിലുള്ള എഴുതിയേക്കുന്നത് കണ്ടുപിടിക്കണം. ശരി ഉത്തരം കിട്ടിയാൽ വൈൽഡ് കാർഡിലുള്ള ഒരാളെ പണിപ്പുര ടാസ്കിൽ അയക്കാതിരിക്കാൻ പറ്റും. ഹൗസിലുള്ളവർക്ക് ശരി ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവരിൽ ഒരാളെ സെലക്ട് ചെയ്ത് 7ന്റെ പണി കൊടുക്കാൻ പറ്റും. ബുദ്ധിശാലി, ശുചിത്വം എന്ന് 2 കുറിപ്പുകൾ ഹൗസിലുള്ളവർ ശരിയാക്കി. തന്മൂലം പ്രവീണും മസ്താനിക്കും പണിപ്പുരയിൽ പോകാൻ പറ്റില്ല. ക്ലീൻ സ്പേസ്, സത്യസന്ധത, സ്മാർട്ട്നെസ് എന്നിവയിൽ ഹൗസിലുള്ളവർ പരാജയപ്പെട്ടു. അതിന്റെ ഫലമായി ജിസയിലും അനുമോളും രണ ഫാത്തിമയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 3 വൈൽഡ് കാർഡുകൾ പണിപ്പുരയിൽ പോയി സാധനങ്ങൾ എടുത്തപ്പോൾ അവർക്ക് മീഡിയം ബോംബുകളാണ് കൂടുതൽ കിട്ടിയത്. തന്മൂലം 7ന്റെ പണിക്കായി ഷാനവാസിനെ തെരഞ്ഞെടുത്തു. നറുക്കിട്ടപ്പോൾ കിട്ടിയ 7ന്റെ പണി 2 വീക്ക് മോഹൻലാലിന്റെ എപ്പിസോഡിൽ പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഷാനവാസിനെയും രണ ഫാത്തിമയെയും വൈൽഡ് കാർഡുകൾ തെരഞ്ഞെടുത്തു. അനുവിനും ജിസയിലിനുള്ള പണി പിന്നെ വരുന്നേയുള്ളൂ. തന്നെ തെരഞ്ഞെടുത്തത് അറിഞ്ഞ രണ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, മസ്താനി 4 തവണ എന്നെ ചീത്ത രീതിയിൽ മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചു. ലാലേട്ടനോട് ഞാനിത് പറയാനിരുന്നതാണ് എന്ന് മസ്താനി ഇത് തള്ളിപ്പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. അതിനിടയ്ക്ക് അക്ബറും ഷാനവാസും തമ്മിൽ പ്രശ്നം. മണ്ട എന്ന് അക്ബറാണോ അനീഷാണോ എന്ന് അറിയത്തില്ല. ഷാനവാസിനെ വിളിച്ചപ്പോൾ നിന്റെ വീട്ടിൽ ചെന്ന് അച്ഛനെ വിളിച്ചാൽ മതിയെന്ന് ഷാനവാസ്. അതും പറഞ്ഞ് അക്ബറും ഷാനവാസും തമ്മിൽ തർക്കം. അത് കയ്യാങ്കളി എത്തുന്ന സ്ഥിതിയായപ്പോൾ ബിഗ് ബോസ് അവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. ആവശ്യമില്ലാതെ അച്ഛനെ വിളിക്കുന്നുവെന്ന് അക്ബർ. എന്നെ പ്രകോപിപ്പിച്ച ഞാൻ അച്ഛനെ വിളിക്കുമെന്ന് ഷാനവാസ്. സാധാരണ ഞങ്ങൾ നാട്ടിൽ അത് വെറുതെ പറയുന്നതാണെന്ന് ഷാനവാസ്. അവിടെയും വഴക്കുണ്ടാക്കുന്നവരെ ബിഗ് ബോസ് വഴക്ക് പറയുന്നു. എപ്പോഴും നിങ്ങൾ തമ്മിൽ പ്രശ്നം, കൊച്ചുകുട്ടികളെ പോലെ. നിങ്ങൾക്ക് സംസാരിക്കാനല്ല, എനിക്ക് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചത്. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ ഇവിടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണോ എന്നും ഉണ്ടല്ലോ ഈ പ്രശ്നം. ശരിക്കും അവർ പിള്ളേരെ പോലെയാണ് തല്ല് വിളിക്കുന്നത്. ബിഗ് ബോസ് അവസാനം എല്ലാവർക്കും ഒരു വാണിംഗ് കൊടുത്തു. ഇനി ദേഹോപദ്രവം ചെയ്യുകയോ ചീത്ത ആംഗ്യങ്ങൾ ചെയ്യുകയോ ചെയ്ത ആ നിമിഷം തന്നെ പറഞ്ഞു വിടുന്നതായിരിക്കുമെന്ന് ബിഗ് ബോസ്. അനുമോളും ജിസൈലും വീണ്ടും ജയിലിൽ. അനുമോൾ തന്റെ ഫോട്ടോ യക്ഷിയാക്കിയതിനെ പറ്റി ജിസൈൽ. ആരിനെയും എന്നെയും പറ്റി കള്ളക്കഥകൾ അനുമോൾ ഉണ്ടാക്കിയെന്ന് ജിസൈൽ. നീ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നുണ്ടല്ലോ നിന്റെ കൂട്ടുകാരി ശൈത്യ പോയതെന്ന് ജിസൈൽ. ശൈത്യ എന്റെ പുറകെ നടന്നതെന്ന് അനുമോൾ. അപ്പോൾ അങ്ങോട്ട് വന്ന് ശൈത്യ, ഞാൻ നിന്റെ പുറകെ വന്നു എന്ന് ശൈത്യ. എനിക്ക് നിന്നോട് മിണ്ടാൻ താല്പര്യമില്ലെന്ന് അനുമോൾ. വൈൽഡ് കാർഡ് വന്നതിൽ പിന്നെ നീ എന്നോട് അകലം കാണിക്കുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് നീ എന്നോട് പറയണം എന്ന് ശൈത്യ. ഇനി മുതൽ നീ എന്റെ കൂട്ടുകാരി ആയിരിക്കില്ല എന്ന് ശൈത്യ. അതിനിടയ്ക്ക് അക്ബറും ഷാനവാസും തമ്മിൽ ക്ഷമ പറച്ചിലും സ്നേഹപൂർവമായ വർത്തമാനങ്ങളും. ഷാനവാസ് കരയുന്നുണ്ട്. ഇത് കണ്ട് അക്ബറും കരയുന്നുണ്ട്. ഷാനവാസിന്റെ സങ്കടങ്ങൾ അക്ബറിനോട് പറയുന്നു. 10 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ തന്റെ ജീവൻ നഷ്ടമായി പോയനെ എന്ന് പഴയ കാര്യം ഓർത്ത് ഷാനവാസ് പറയുന്നു. ഹാർട്ട് അറ്റാക്കിന്റെ അങ്ങനെ എന്തോ കാര്യങ്ങൾ. രണ്ടുപേരും തമ്മിലുള്ള നല്ല സ്നേഹപൂർവമായ പെരുമാറ്റങ്ങൾ, നിമിഷങ്ങൾ, പച്ചയായ മനുഷ്യരുടെ ജീവിതം. വൈൽഡ് കാർഡായ മസ്താനി വന്ന പിന്നെയാണ് ശൈത്യനെ അനുമോൾ ഒഴിവാക്കിയത്. ശൈത്യ പുറകെ നിന്ന് കുത്തുന്നുവെന്ന് മസ്താനി അനുമോളോട് പറഞ്ഞിട്ടുണ്ട്. അനുമോൾ ശൈത്യയോട് കട്ടപ്പ എന്ന് വിളിച്ചു. ഇത് കേട്ട് ഫീലായ ശൈത്യ അപ്പാനിയോടും ആര്യനോടും ചോദിക്കുന്നു, ഞാൻ എന്തെങ്കിലും അനുമോളോട് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എന്നെ കട്ടപ്പ എന്ന് വിളിച്ചു. ശൈത്യ പറഞ്ഞിട്ടുണ്ട് അപ്പാനിയോടൊക്കെ, അത് പ്രേക്ഷകർക്കറിയാം. ഇപ്പോഴും പറയുന്നുണ്ട്. അനുമോൾക്ക് ആര്യനോട് ലവ് ട്രാക്ക് പിടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ശൈത്യ അതേ കുറ്റം പറയുന്നു. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് ബിന്നി. ഇന്ന് ബിന്നി ശരിക്കും തേഞ്ഞ ദിവസമായിരുന്നു. ഇന്ന് നടത്തിയ എല്ലാ റാങ്കിങ് ടാസ്കിലും ബിന്നി പുറകിലായിരുന്നു, ഓർണമൊക്കെ ഒഴിച്ച്. അത് നടുവിലായിരുന്നു താനും. പ്രേക്ഷകരുടെ താൻ മുന്നിലായിരിക്കും, അതുകൊണ്ടാണ് വൈൽഡ് കാർഡുകാർ തന്നെ പുറകിലാക്കിയതെന്ന് ബിന്നിയും ശൈത്യയുമൊക്കെ. ബിന്നിയുടെ വിശ്വാസം ബിന്നിയെ രക്ഷിക്കട്ടെ. അതിൽ പിന്നെ രണയും മസ്താനിയും തമ്മിലുള്ള പ്രശ്നത്തിൽ അവൾ ഊർജിതമായി ഇടപെടുന്നുണ്ട്. കിച്ചണിലെ ക്യാപ്റ്റനായ ലക്ഷ്മിയും ജിഷിനും തമ്മിൽ പ്രശ്നം. നീ ആജ്ഞാപിച്ച അതുപോലെയൊക്കെ ചെയ്യാൻ ഞാൻ നിന്റെ ഭർത്താവല്ലെന്ന് ജിഷിൻ. അത് ഒരിക്കലും ആകില്ലെന്ന് ലക്ഷ്മി. രണ്ടുപേരും തമ്മിലുള്ള ഈഗോകൾ. കിച്ചണിലെ ക്യാപ്റ്റൻ ലക്ഷ്മി ഓർഡർ ഇടുന്നത് മാത്രമേ കാണുന്നുള്ളൂ, പണിയെടുക്കുന്നതൊന്നും കാണുന്നില്ല. ക്യാപ്റ്റന്മാർക്ക് പണിയെടുക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. വൈൽഡ് കാർഡ് വന്നതിൽ എനിക്ക് തോന്നുന്നു സാബുമാനാണ് ഏറ്റവും നല്ല ആള്. ഗെയിം എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം. വന്നതിൽ പിന്നെ നെഗറ്റീവ് ഗെയിം
മാത്രം കളിക്കുന്ന മസ്താനി ആവശ്യമില്ലാതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പുറത്തെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ചീത്ത അംഗങ്ങൾ കാണിക്കുന്ന മസ്താനി വൈകുന്നേരത്തോടെ കരയുന്നുണ്ട് അനുമോടൊപ്പം ചേർന്ന്. എന്തിനാ കരയുന്നത്? എന്നോട് കരയണ്ടെന്ന് പറഞ്ഞ ആള് കരയണ്ട, ബിഗ് ബോസ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അനുമോളുടെ വോട്ട് ഷെയർ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മസ്താനിയുടെ ഓരോ കളികളും. പക്ഷെ ബിഗ് ബോസിന്റെ ഇന്നത്തെ വാണിങ്ങുകൾ അവൾക്ക് മാനസികമായിട്ട് തകർച്ചയിലേക്ക് നയിക്കുന്നുണ്ട്. മസ്താനിയുടെ കളികൾ വിജയിക്കുമോ? വൈൽഡ് കാർഡുകളുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ അനുമോൾ വിചാരിക്കുന്നുണ്ട് പുറത്ത് തനിക്ക് നല്ല സപ്പോർട്ടാണെന്ന്. ആത്മവിശ്വാസം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതാണ് ആരിന്റെയും ജിസൈലിന്റെയും കാര്യത്തിൽ സംഭവിച്ചത്. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.